വ്യത്യാസം ഉണ്ടാവുമെന്ന് ഈ സാമ്പത്തിക വിദഗ്ധരും ഈ രാജ്യം ഭരിച്ച പലരും, ഒരു പ്രത്യേക പാർട്ടി എന്നല്ല എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകൾ പറഞ്ഞു, ആരും പറഞ്ഞാലും കേട്ടില്ല. അതിന്റെ ഒരു പ്രതിഫലനം നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഇതിനുശേഷം നമുക്കറിയാം പാൻഡമിക് വന്നു. അപ്പൊ 2-3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്ന ഓസ്റ്റെറിറ്റി, അതിനുശേഷം ബ്രെക്സിറ്റ്, അതിനുശേഷം കോവിഡ് കാലത്ത് നടന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നമ്മൾ ഈ സാധാരണക്കാരായിരുന്ന തൊഴിലാളികള്, നേഴ്സും കെയറും ടീച്ചറും പോലീസും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് കോവിഡ് കാലത്ത് ഇവിടെ ഈ നാട്ടിൽ ജോലി ചെയ്തു. അവർക്കാർക്കും ഒരു പൈസയും എക്സ്ട്രാ ആർക്കും കൊടുത്തില്ല. പക്ഷെ അന്നും സർക്കാർ സപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ ബിസിനസ്സുകാർക്കാണ്. എല്ലാ ബിസിനസ്സുകാർക്കും അന്ന് ലോൺ എടുക്കാനും അത്യാവശ്യമായിരുന്നു, ഇല്ലെങ്കിൽ അവരുടെ ബിസിനസ് തകരുമായിരുന്നു. പക്ഷെ ആ സർക്കാർ ആ കാലഘട്ടത്തില് ഒരുപാട് പൈസ ആ ബിസിനസ്സുകളെ പ്രൊപ്പപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. ആ ലോണിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ബൗൺസ് ബാക്ക് ആബ്സല്യൂട്ട്ലി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തില് ഒരുപാട് പൈസ, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് പൗണ്ട് നമുക്ക് ഈ മാസ്കും മറ്റു സാധനങ്ങളും മേടിക്കാനും. കാരണം ഈ ഓസ്റ്റെറിറ്റിയുടെ കാലഘട്ടത്തിൽ ഈ നഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പലർക്കും അറിയാം, ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളായിട്ട് പാൻഡമിക് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുമെന്നും അതിനുവേണ്ടി NHS എല്ലാ കാലഘട്ടത്തിലും പ്രിപ്പയർഡ് ആയിരുന്ന ഒരു കാലമുണ്ട്. ഈ ഓസ്റ്റെറിറ്റി കാലഘട്ടത്തിൽ സംഭവിച്ച വേറൊരു കാര്യം കൂടിയാണ്, NHSന്റെ പൈസ കട്ട് ചെയ്തപ്പോൾ ഈ പാൻഡമിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സംവിധാനമേ NHSന് എടുത്തു കളഞ്ഞു. അവസാനം കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലും നമുക്ക് PPEകളില്ല, ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ ചൈനയിൽ നിന്നും അവിടെ നിന്നും എല്ലാം ഇറക്കുമതി വന്നു. അതിനകത്തും വന്ന് ഒരുപാട് അഴിമതികൾ നടന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, കപ്പൽ കണക്കിന് സാധനങ്ങൾ വന്ന് കടലിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. ഇതിന്റെ ഈ കോൺട്രാക്ട് മുഴുവൻ കൊടുത്തത് കൺസർവേറ്റീവ് പാർട്ടിയിലെ നേതാക്കളാണ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഒരുപാട് പൈസ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ രാജ്യത്തിന് നഷ്ടമായി. അപ്പൊ ഈ 2-3 സാഹചര്യങ്ങൾ നമ്മൾ കടന്നുപോയാണ് ഈ കഴിഞ്ഞ 15 വർഷം എന്ന് പറയുന്നത്. ഈ 15 വർഷത്തിൽ 14 വർഷവും ലേബർ പാർട്ടി പ്രതിപക്ഷത്താണ് ഇരുന്നത്. ഇതിനിടയ്ക്ക് കോവിഡ് കഴിഞ്ഞു, ഇവിടെ ജോലി ചെയ്യാൻ ആളില്ലാതെ വന്നു. നമ്മുടെ മൈഗ്രേഷൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മൈഗ്രേഷൻ ഈ നാട്ടിലേക്ക് നടന്നു. 2021 മുതൽ 2024 വരെ നടന്ന മൈഗ്രേഷൻ 7 മില്യണോളം ആളുകളാണ്. ലീഗൽ മൈഗ്രൻസിന്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കെയർ വർക്കർ വിസ തുറന്നു. നേഴ്സിംഗോ കെയറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കേരളത്തിന്റെയും ആഫ്രിക്കയിലും ഉള്ള 4 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ ഇടിച്ചു കയറി. അതിനിടയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാര് ആവശ്യമില്ലാതെ കാശ്, നമ്മുടെ തന്നെ ആൾക്കാരെ പറ്റിച്ച് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കി വിസ കച്ചവടം നടത്തി. ഇവിടെ വന്നിട്ട് 20 മണിക്കൂർ ജോലി കിട്ടാനില്ലാതെ പലരും അലഞ്ഞു കിടന്നു.